തുണയേകിടും തണലേകിടും വഹിച്ചിടുമേ തൻ പൊൻകരത്തിൽ. തുണയേകിടും തണലേകിടും വഹിച്ചിടുമേ തൻ പൊൻകരത്തിൽ. എന്നുള്ളം പാടുന്നു, എന്നുള്ളം വാഴ്ത്തുന്നു, എന്നുള്ളം പാടുന്നേ, എന്നുള്ളം വാഴ്ത്തുന്നേ. യേശുവേ യേശുവേ നാഥനേ നാഥനേ. യേശുവേ യേശുവേ നാഥനേ നാഥനേ. ശാരോനിൻ റോജാവേ, സിയോനിൻ രാജാവേ, ശാരോനിൻ റോജാവേ, സിയോനിൻ രാജാവേ. വോയിസ് ഓഫ് ലവിൽ ഇന്ന് കർത്താവ് നമുക്ക് തരുന്ന വചനം മത്തായി 6:25 നമുക്കൊന്ന് നോക്കാം. അതുകൊണ്ട് ഞാൻ നിങ്ങളോട് പറയുന്നത്, എന്ത് തിന്നും എന്ത് കുടിക്കും എന്ന് നിങ്ങളുടെ ജീവനായിക്കൊണ്ടും എന്തുടുക്കും എന്ന് ശരീരത്തിനായിക്കൊണ്ടും വിചാരപ്പെടരുത്. ആഹാരത്തേക്കാൾ ജീവനും ഉടുപ്പിനേക്കാൾ ശരീരവും വലുതല്ലയോ? കർത്താവിടെ പറയാണ്, എന്ത് തിന്നും എന്ത് കുടിക്കും എന്ന് നിങ്ങൾ ജീവനായും എന്തുടുക്കും എന്ന് ശരീരത്തിനായിക്കൊണ്ടും വിചാരപ്പെടരുത്. ഇന്നത്തെ ദിവസം കർത്താവ് പറയുന്നു, നിങ്ങളോട് ചിന്തിച്ചുകൊണ്ടിരിക്കാനല്ല കർത്താവ് പറയുന്നത്, നിങ്ങളോട് പറയുന്നത് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കാനാണ്. അമ്മേ, ചിന്തിച്ചുകൊണ്ടിരിക്കാനല്ല കർത്താവ് പറയുന്നത്, പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ വചനം ആയിരങ്ങളെ സ്വതന്ത്രമാക്കിയ വചനമാണ്. എന്ത് തിന്നും, ഈ വിധമായ ചിന്തകളിൽ നിന്ന് നിങ്ങളെ സ്വതന്ത്രമാക്കുന്നത് ദൈവത്തിൻ്റെ കരുതലുകളെ കുറിച്ചുള്ള ബോധ്യമാണ്. ആമേൻ. അതിൽ നിന്ന് പുറത്തു വരുത്താൻ വേണ്ടി പറയുന്ന കാര്യമുണ്ട്. വയലിലെ താമരയെ നോക്കുക, ആകാശത്തിലെ പറവകളെ, കാക്കകളെ നോക്കുക. ഇതെല്ലാം പറയുന്നത് എന്തിനാണ്? ചിന്തകളെ മാറ്റിവിടാൻ വേണ്ടിയാണ്. ഹല്ലേലൂയ. താമര, പറവകൾ, കാക്കകൾ, ഇതിനെല്ലാം നിങ്ങൾ നോക്കണം. അതൊക്കെ എങ്ങനെയാണ് ജീവിക്കുന്നത്? അവർക്ക് ആരാ കരുതുന്നത്? അതുവഴി നിന്റെ റൂട്ട് പോകണം. അപ്പോൾ ദൂരങ്ങളിൽ ഒരാളെ നമുക്ക് കാണാൻ പറ്റും. അത് വേറെ ആരുമല്ല, എൽ ഷദായ്, സർവശക്തൻ, എൽ റോഹി. അവനെ നിങ്ങൾക്ക് കാണാൻ പറ്റും. ഹല്ലേലൂയ. ആ ദൈവം അവരെക്കാൾ ഏറ്റവും മനോഹരമായി നിങ്ങളെ സൃഷ്ടിച്ചിരിക്കുക. ഹല്ലേലൂയ. ജീവിതത്തിൽ പലപ്പോഴും ആകുലങ്ങളിൽ ആയിപ്പോകുന്നവരാണ് നമ്മൾ. കാരണം നമുക്ക് ചില സാധ്യതകളുണ്ട്, റിസോഴ്സുകളുണ്ട്. ചില സമയത്ത് അവിടെ നിന്നൊന്നും ലഭ്യമാകാതെ വരും. എന്നാൽ ഞാൻ നിങ്ങളോട് ഉറപ്പിച്ച് പറയുന്നു, ഒരിക്കലും പറ്റാത്തൊരു ഉറവയുണ്ട് നിങ്ങൾക്ക്. ആരും കാണാത്ത ആഴങ്ങളിൽ കിടക്കുന്ന നിധി നിക്ഷേപമുള്ള ഒരു നിക്ഷേപമുണ്ട് നമുക്ക്. അത് വേറെ ആരുമല്ല, നമ്മുടെ കർത്താവാണ്. തൻ്റെ ഭക്തന്മാർക്ക് വേണ്ടി അവൻ സംഗ്രഹിച്ചു വെച്ചിരിക്കുന്നത്. എന്താണ് എൻ്റെ അർത്ഥം? വേറെടുത്ത് പറയുന്നു, ഇരുട്ടിലെ നിക്ഷേപത്തിലെയും മറവിടത്തിലെയും ഗുപ്തനിധികളെയും. നമ്മൾ ആരും ചിന്തിക്കാത്തടത്ത് ദൈവം അത്ഭുതകരമായി നമുക്ക് വേണ്ടി കരുതിയിട്ടുണ്ടെന്നേ. അത് വെളിപ്പെട്ടു വരും. അതിനെന്ത് ചെയ്യണം? ചിന്തിച്ചുകൊണ്ടിരിക്കാനല്ല, പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. നമ്മളൊക്കെ വീട്ടിലൊക്കെ മരങ്ങളൊക്കെ ഉള്ളത്, ചില ഫ്രൂട്ട്സുകളൊക്കെ ഉണ്ടാകുമ്പം നമ്മളെന്ത് ചെയ്യും? അതിനെ പ്ലാസ്റ്റിക് കൊണ്ടൊക്കെ കവർ ചെയ്യും. എന്നാൽ ചില സമയത്ത് നമ്മൾ കാണും, ചില അണ്ണാൻ അതുവഴി കയറി ഒരു ഇല പൊക്കി നമ്മളിന്ന് വരെ കാണാത്തൊരു മനോഹരമായ പഴം പറിച്ചു തിന്നുന്നത്. നമ്മൾ പറയും, നമ്മളത് കണ്ടില്ലല്ലോ. നമ്മൾ കാണത്തില്ല. കാരണം ദൈവം അതിനെ മറച്ച് അവർക്ക് വേണ്ടി വെച്ചിരിക്കുകയാണ്. എത്ര
മൂടിക്കെട്ടിയാലും ദൈവം ഈ പ്രകൃതിയിലുള്ള സകല ജീവജാലങ്ങളെയും പോഷിപ്പിക്കുന്നെങ്കിൽ നമ്മെ എത്ര അധികമായിട്ട് അവൻ പോഷിപ്പിക്കും. ധൈര്യപ്പെട, വഴി തുറക്കുവന്നേ. നിങ്ങളെ കർത്താവ് കരുതിയില്ല, പിന്നെ ആരെ കരുതാൻ കർത്താവ്? നിങ്ങൾ കർത്താവിന് ഒത്തിരി വിലപ്പെട്ടവരല്ലേ? നിങ്ങളുടെ കുടുംബം കർത്താവിന് ഒത്തിരി വിലപ്പെട്ടതാണ്. ധൈര്യപ്പെടുക. സ്തോത്രം. നിങ്ങളോട് തന്നെയാണ് കർത്താവ് സംസാരിക്കുന്നത്. വിചാരപ്പെടേണ്ട, പ്രാർത്ഥിക്കുക, സ്തോത്രം ചെയ്യുക, സ്തുതിക്കുക. വലിയ അത്ഭുതങ്ങൾ കർത്താവ് ചെയ്യും. നമുക്ക് പ്രാർത്ഥിക്കാം. യേശുവേ, ഞങ്ങൾക്ക് നൽകിയ നല്ല വചനത്തിനായി നന്ദി പറയുന്നു. കർത്താവെ, അങ്ങ് ഞങ്ങൾക്ക് വേണ്ടി സകലതും കരുതിയിരിക്കാൻ സ്തോത്രം ചെയ്യുന്നു പിതാവ്. കർത്താവ്, വചനം കേൾക്കുന്ന ഈ വ്യക്തിയെയും ഈ കുടുംബത്തെ ഞങ്ങൾ അനുഗ്രഹിക്കും. കർത്താവ്, ഇവരുടെ ജീവിതത്തിൽ കർത്താവെ എന്തായിത്തീരും, എങ്ങനെയായിത്തീരും എന്നുള്ള ആകുലതകൾ, ചിന്തകൾ യേശുവിൻ്റെ നാമത്തിൽ മാറട്ടെ. കർത്താവ്, ദൈവത്തിൽ ആശ്രയിക്കുന്നവർക്ക് സകല നന്മയ്ക്കാക്കി കൂടി വ്യാപരിക്കുന്നു. ദൈവത്തിൽ ആശ്രയിക്കുന്നവർക്ക് സകലതും കർത്താവെ സാധ്യമാകുന്നു. ഇതെല്ലാം കർത്താവെ അവരെ അങ്ങ് ബലപ്പെടുത്തണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവ് യേശു അവരെ ധൈര്യപ്പെടുത്തി പ്രാർത്ഥിക്കുന്നു. അവർക്ക് ദൈവത്തിലുള്ള കരുതലുകൾ വെളിപ്പെട്ട് വരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. യേശുവിൻ്റെ നാമത്തിൽ അവരെ അനുഗ്രഹിക്കും. യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ. കർത്താവെ, ഞങ്ങൾ ഒരുമിച്ച് ഇവർക്ക് പുതുവഴികളെ തുറന്ന് പ്രാർത്ഥിക്കുന്നു. ചിന്തിച്ചിരിക്കുന്ന മക്കൾക്ക് എന്തായിത്തീരും, തലമുറയ്ക്ക് എന്തായിത്തീരും, ബിസിനസ്സിന് എന്തായിത്തീരും, ജോലിക്ക് എന്തായിത്തീരും, ചിന്തിച്ച് ഡിപ്രഷനിലേക്ക് പോകുന്ന ഈ പ്രിയപ്പെട്ടവരെ യേശുവിൻ്റെ നാമത്തിൽ തിരിച്ചു കൊണ്ടുവരുന്നു. കർത്താവ് കരുതും. അവൻ നിങ്ങൾക്കായി കരുതുന്നാകിയാൽ നിങ്ങളുടെ സകല ചിന്താകുലും അവൻ്റെ മേലിട്ട് കൊടുക്കുക. നിർമ്മതരായിരിക്കുവാനും ഉണർന്നിരിപ്പാനും സഹായിക്കണമേ. തക്ക സമയത്ത് കരുതൽ വെളിപ്പെടും. തക്ക സമയത്ത് പുതുവഴികൾ തുറക്കും. അതിനായി സ്തോത്രം. ആരുടെ മുമ്പിൽ തന്നെ കുനിക്കാതെ കർത്താവ് ഇവരെ അത്ഭുതകരമായി സൂക്ഷിക്കുന്നതിനായി സ്തോത്രം. അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു, ഉയർത്തി പ്രാർത്ഥിക്കുന്നു യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ. ഗോഡ് ബ്ലെസ് യു. കർത്താവിൻ്റെ കരം കൂടെയുണ്ട്. എനിക്ക് നല്ല ഉറപ്പാണ് ഇതൊരു കരുതലിൻ്റെ ദിവസമാണ്. ഗോഡ് ബ്ലെസ് യു. ഷലോം. എല്ലാ ദിവസവും രാവിലെ ഇന്ത്യൻ ടൈം 6 മണിക്ക് വോയിസ് ഓഫ് ലവ് എന്ന ഷോർട്ട് ഡിവോഷൻ ലഭ്യമാണ്. അതുപോലെ ചൊവ്വ, വ്യാഴം, ഞായർ ദിവസങ്ങളിൽ രാത്രി ഇന്ത്യൻ ടൈം 9:30 ലൈവ് മെസ്സേജ് ലഭ്യമാണ്. ഈ സന്ദേശങ്ങൾ ലഭ്യമാകുവാൻ പാസ്റ്റർ രാജേഷ് ഏലപ്പാറ യൂട്യൂബ് ചാനലും ഗാനങ്ങൾ ലഭ്യമാകുവാൻ രാജേഷ് ഏലപ്പാറ യൂട്യൂബ് ചാനലും സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യുകയും ചെയ്യുക. ഈ ശുശ്രൂഷ നിങ്ങൾക്ക് ഏറ്റവും അനുഗ്രഹമായി വരുന്നുവെന്ന് ഞങ്ങൾ അറിയുന്നു. നിങ്ങൾ ഞങ്ങൾക്ക് പ്രാർത്ഥനയിലും എല്ലാ സഹകരണത്തിലും ഞങ്ങളോട് ഈ മീഡിയ മിനിസ്ട്രിയുടെ കൂടെ നിന്നു. ഞങ്ങൾക്ക് ഈ മീഡിയ മിനിസ്ട്രി മുമ്പോട്ട് കൊണ്ടുപോകാൻ ചില എക്യുപ്മെൻറ്റ്സുകൾ ആവശ്യമായി വന്നിരിക്കുന്നു. തുടർന്നും നിങ്ങളുടെ പ്രാർത്ഥനയും സഹകരണവും ഞങ്ങൾ ആവശ്യപ്പെടുന്നു.